മഹാന്മാരായ ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട് വഅലൽ വലദി യഅസാഫുൽ വാലിദി, വഅലൽ വലദ് യഅസാഫുൽ വാലിദ്, മക്കൾക്ക് നിർബന്ധമാണ് എന്ത്? യഅസാഫുൽ വാലിദി, പിതാവിന് ചാരിത്രശുദ്ധി ഉണ്ടാക്കി കൊടുക്കൽ മക്കൾക്ക് നിർബന്ധമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ? ഉമ്മ മരിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെയും ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലേ? ഉമ്മ മരിച്ചു, മക്കളൊക്കെ വലിയ മക്കളാണ്, വാപ്പയാണെങ്കിലോ ആരോഗ്യമുള്ള അവസ്ഥയിലാണ്. ഇങ്ങനൊരവസ്ഥയിൽ അലൽ വലദി, നമ്മൾ മനസ്സിലാക്കി മക്കളൊക്കെ നാട്ടിലൊക്കെ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്ന വിഷയമാണ്. വാപ്പ രണ്ടാമത് കല്യാണം കഴിച്ചാൽ പ്രശ്നമാക്കുന്ന കാര്യം. എങ്ങനെ പ്രശ്നമാക്കുക? അത് പ്രശ്നമാക്കാൻ പാടുണ്ടോ? വഅലൽ വാലിദി, മക്കൾക്ക് നിർബന്ധമാണ് യഅസാഫുൽ വാലിദി, വാപ്പാക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കൽ. ഉമ്മയുടെ മരണശേഷം വാപ്പാക്ക് ഭാര്യയില്ലാത്ത സമയത്ത് മക്കൾ വാപ്പാക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ശരീഅത്താണ് നമ്മുടെ ശരീഅത്ത്. സുബ്ഹാനല്ലാഹ്. വാപ്പാക്ക് കല്യാണം വേണം ഒരു പക്ഷെ വാപ്പ പറയില്ല, എന്നാൽ മക്കൾ ആലോചിക്കണം വാപ്പയുടെ അവസ്ഥ എന്താണ്. അങ്ങനെ വാപ്പാക്ക് വേണ്ടി മക്കൾ മുൻകൈയെടുത്ത് പിതാവിന് ഒരു നിക്കാഹ് മക്കള് ചെയ്യിച്ചു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് എങ്ങനെ പ്രശ്നം സംഭവിക്കുന്നത്? ഇങ്ങനെ ശരിയായിട്ട് പറഞ്ഞത് മക്കൾ കല്യാണം കഴിപ്പിച്ചു, പിന്നെ വാപ്പ കല്യാണം കഴിച്ചാൽ പിന്നെ മക്കൾക്ക് പ്രശ്നം. ഞങ്ങളെ പോരയിൽ നിൽക്കില്ല, എന്റെ വാപ്പയുടെ സ്വത്തിൽ നിന്ന് അല്പം ഈ ഭാര്യയ്ക്ക് പോവുമല്ലോ എന്ന് പറഞ്ഞോനെ. പുരുഷന്മാർ ആകെ ആലോചിക്കണം എന്നൊക്കെയാണ്. അതിന്റെ പേരിൽ പ്രശ്നം. സുബ്ഹാനല്ലാഹ്. ഇത് ചെയ്യിച്ചു കൊടുക്കണം എന്നാ ശറഅ് പറയുന്നത്. ശറഅ് പറയാം മക്കൾ മുൻകൈയെടുത്ത് ചെയ്യേണ്ടവരാണ്. വാപ്പ വേണ്ട എന്ന് പറഞ്ഞാലും വാപ്പയുടെ ശാരീരിക അവസ്ഥകളും മറ്റും മനസ്സിലാക്കിയിട്ട് മക്കൾ വാപ്പാക്ക് ഇത് ചെയ്യിച്ചു കൊടുക്കണം. വഅൻകിഹു, മക്കൾ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം എന്ന് ഈ ആയത്തിന്റെ തന്നെ ആശയത്തിൽ നിന്ന് വരുന്നു. ഫുഖഹാ പഠിപ്പിക്കുകയാണ് വഅൻകിഹു അൽ അയാമ. അവിടെ വാപ്പ പോലും അയ്യമായിട്ട് മാറും. കാരണം വാപ്പ നിക്കാഹ് ചെയ്ത ആളാണ്, ഉമ്മ അവരുടെ ഭാര്യയാണ്. പക്ഷേ ആ ഭാര്യ മരിച്ചുപോയി, മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെയും പേര് അയ്യം എന്ന് തന്നെയാണ്. വാപ്പാക്കും പറയപ്പോ അയ്യം. ഇനി അതേപോലെ ഉമ്മയെ സംബന്ധിച്ചത് വാപ്പ മരിച്ചു എന്ന് വിചാരിക്കുക. ഉമ്മയുടെ ഭർത്താവ്, മക്കളൊക്കെ വലിയ മക്കളാണ്. ആ ഉമ്മാക്ക് നിക്കാഹ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ശാരീരിക അവസ്ഥയിലാണ്, വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ഉമ്മാക്ക് ഇനിയും കല്യാണം കഴിക്കാം, ഉമ്മ വേണ്ടെന്ന് പറയാൻ. എന്നാലും മക്കളൊന്ന് മുൻകൈയെടുക്കണം ഉമ്മാക്ക് ഒരു കല്യാണം നടത്തി കൊടുക്കാൻ. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളൊരു പ്രായത്തിലാണ് എങ്കിൽ മക്കളത് മുൻകൈയെടുക്കണം. ആയത്തിന്റെ അർത്ഥം വന്നു. അയ്യമെന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷായി കല്യാണം തീരെ കഴിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എന്നൊന്നതിനർത്ഥമില്ല. ഭാര്യ മരിച്ചാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് അയ്യമാണ്. രണ്ടാമത് കല്യാണം കഴിക്കാൻ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മുന്നിട്ടിറങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ കുടുംബക്കാർ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ അടുത്ത ആളുകൾ അവർ മുൻകൈയെടുത്ത് ഒരു നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം. ആയിട്ട് ജീവിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിട്ടില്ല. പറഞ്ഞ ഭാര്യയില്ലാതെ ജീവിക്കൽ. നമ്മുടെ നാട്ടിലെ കൾച്ചറും നാട്ടിലെ ചില കസ്റ്റംസ്, നാട്ടിലെ ചില ആചാരങ്ങളൊക്കെ വേറെയാണ്. ഒരു ഭാര്യ മരിച്ചാൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ, സലഫ് സ്വാലിഹീങ്ങളിലൊക്കെ അവരുടെ ഭാര്യമാര് മരിച്ചിട്ട് അന്ന് വൈകുന്നേരം തന്നെ പോയി നിക്കാഹ് ചെയ്ത മഹാന്മാരുണ്ട്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇന്നൊരു പക്ഷേ അതൊക്കെ ഭയങ്കര മോശമാണല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്ര പെട്ടെന്ന് നിക്കാഹ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അഅ്സബായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കല്യാണം ഒരു ഭാര്യയില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു നിക്കാഹ് ചെയ്ത ഒരു നാക്കിഹായിട്ടാണ് മരിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ആ മഹാൻ മറുപടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. വഅൻകിഹു, നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം. അൽ അയാമ മിൻകും, നിങ്ങളിലെ അയ്യിമുകൾക്ക്. അയ്യിമെന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഭാര്യയില്ല അല്ലെങ്കിൽ ഭർത്താവില്ല, അങ്ങനത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടിനും പറയും അയ്യാമ എന്ന് പറഞ്ഞാൽ. പുരുഷനായാലും പെണ്ണായാലും രണ്ടിനും ഇതർത്ഥം ഒരുപോലെയാണ്. വഅൻകിഹു എന്നത് അംറാൻ, ഇംപെറേറ്റീവ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പ്രയോഗമാണ്. ഇംപെറേറ്റീവ് ആണ്, അംറാൻ കൽപ്പനാപരമുള്ള പ്രയോഗമാണ്. അങ്ങനെ വന്നാൽ ഇത് നിർബന്ധമാണോ?
അല്ലെ? കല്യാണം കഴിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണോ? നിർബന്ധമാണെന്നാണ് പ്രത്യക്ഷമായ ആശയം, അങ്ങനെയാണ്. പക്ഷേ അത് സുന്നത്താണെന്ന മറ്റ് തെളിവുകളിലൂടെ മനസ്സിലായതാണ്. അല്ലെങ്കിൽ ഇത് നിർബന്ധമാണ് എന്ന രീതിയിലേക്ക് തന്നെ വരുമായിരുന്നു. പക്ഷെ നിർബന്ധത്തിന്റെ സ്വരമാണ്. പക്ഷേ ആ ഹുക്ം നിർബന്ധം എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഏറ്റവും അള്ളാഹു പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ നിക്കാഹ് ചെയ്യിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവാക്കളെ, ചെറുപ്പക്കാരെ എന്ന് വിളിച്ചു പറഞ്ഞ ഏതാനും ചില ഹദീസുകളെ കാണാൻ കഴിയും. യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവജനങ്ങളെ എന്ന് പറയുന്ന ഹദീസുകൾ വളരെ കുറവാണ്. യാ മഅ്ശറ ശബാബ്, ചെറുപ്പക്കാരെ എന്ന് തങ്ങൾ നേരിട്ട് അഡ്രസ് ചെയ്യുന്ന പ്രയോഗം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് فإنه أغض للبصر وأحسن للفرج ومن لم يستطع فعليه بالصوم فإنه له وجاء شفيعنا رسول الله صلى الله عليه وسلم. വളരെ സഹീഹായ ഹദീസല്ലേ? സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും വന്നിട്ടുള്ള ഹദീസുകളാണ്. യാ മഅ്ശറ ശബാബി, യുവാക്കളുടെ സമൂഹമേ, യുവാക്കളെ, യുവതികളായാലും യുവാക്കളെ സംബന്ധിച്ച് അല്ലാഹു പുരുഷന്മാര് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗം. യാ മഅ്ശറ ശബാബി മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത, നിങ്ങളിൽ ബാഅത്തിന് സാധ്യമാകുന്നവർ ഫല്യതസവ്വജ്, അവർ നിക്കാഹ് ചെയ്യട്ടെ. എന്താ ബാഅത്ത് എന്ന് പറഞ്ഞാൽ? മഹർ വനഫഖത്തു സൗജ്, മഹർ കൊടുക്കാനും അതുപോലെ തന്നെ തന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാനും കഴിയുന്ന മുഴുവൻ ആളുകളും ഫല്യതസവ്വജ്, കല്യാണം കഴിക്കണം. എന്താ കണ്ടീഷൻ? പുരണ്ടാക്കിയിട്ട് സ്വന്തം ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വാഹനമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനൊന്നല്ല. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിയുമോ? മഹർ എന്താണെന്ന് കോഴിയെ പറയാം. എന്താണ് മഹർ? അഖല്ലു മുതമവ്വിലിൻ, നമ്മുടെ ഫിഖഹിന്റെ കിതാബൊക്കെ പറഞ്ഞാലേ അഖല്ലു മുതമവ്വിലിൻ, ഏറ്റവും വളരെ കുറഞ്ഞ്, എനിത്തിങ് വാല്യുബിൾ, മൂല്യമുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് മൂല്യമുണ്ടോ അത് കൊടുത്താൽ മഹറാണ്. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, മഹറിന് നിങ്ങൾക്ക് കഴിവുണ്ട്. വനഫഖ, ബാഅത്ത് എന്ന് പറഞ്ഞാൽ മഹറും അതിന് അനുബന്ധമായി വരുന്ന ഒരു കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന് ചെലവ് കൊടുക്കണം. ആ പെണ്ണിനുള്ള ഭക്ഷണവും വസ്ത്രവും താമസവും കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം, മനുഷ്യന്മാർക്ക് ആവശ്യമായ താമസ സൗകര്യം, സാധാരണഗതിയിൽ മനുഷ്യന്മാരിടുന്ന വസ്ത്രം, അത്രേ ഉള്ളൂ. അതിന് ആ ബ്രാൻഡിന്റെ വസ്ത്രം തന്നെ വാങ്ങണം. ഇത്ര സൗകര്യമുള്ള, എത്ര സ്ക്വയർ ഫീറ്റുള്ള വീട്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഒന്നും വേണ്ട. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനൊരു വീട്, അവൾക്ക് താമസ സൗകര്യവും, വീടെന്ന് വീട് അർത്ഥമല്ല, സെക്കൻഡ്, ഇത് സ്വന്തം ഉമ്മയുടെ വാപ്പയുടെ കൂടെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. താമസിക്കാൻ ഒരു ഇടം വേണം, അത് വാടകക്കായാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ്. സ്വന്തമായിട്ടൊരു പുര വേണം, എന്നിട്ട് നിക്കാഹ് വെച്ചു എന്നൊക്കെ ശഠിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ, എന്നിട്ട് ചെറുപ്പക്കാരങ്ങനെ ഒരുപാട് കാലം വഴിതെറ്റി ജീവിച്ച് പിന്നെ നന്നാകാൻ ചെയ്യും. അതൊന്നൊക്കെ എത്രയോ തെറ്റുകൾ, ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ വാരിക്കൂട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് നല്ല ദിശാബോധവും ഹിദായത്തും അല്ലാഹു അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, അല്ലേ? ആർക്കാണ് നിക്കാഹ് ചെയ്യാൻ കടപ്പാടുള്ളത്? ആരാണ് ചെയ്യേണ്ടത്? മഹർ കൊടുക്കാനും അതുപോലെ തന്നെ മഹറിന് ശേഷം കല്യാണം കഴിഞ്ഞ് അതിന്റെ നഫഖത്ത് ചെലവ് കൊടുക്കാനും കഴിവുള്ള മുഴുവൻ ചെറുപ്പക്കാരും ഫല്യതസവ്വജ്, അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ, നിർബന്ധമാണ് എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فإنه أغض للبصر, മനുഷ്യന്റെ കണ്ണിനെ ഹറാമിൽ നിന്ന് ചെമ്മിക്കാൻ ഏറ്റവും അനുയോജ്യം ഒരു മനുഷ്യൻ ചെയ്യുന്ന നിക്കാഹ് തന്നെയാണ്. فإنه أغض للبصر, ബസർ കണ്ണിനെ ഹറാമിലേക്ക് നോക്കാതെ ചിന്തിപ്പിക്കാൻ ഏറ്റവും കടപ്പെട്ടത് വിവാഹം കൊണ്ടാണ്. വഅഹ്സനു ലിൽഫർജി, ഒരു മനുഷ്യന്റെ ഒരു ഗുഹ്യസ്ഥാനം, അവന്റെ ജനനേന്ദ്രിയം സൂക്ഷിക്കാൻ ഏറ്റവും സഹായിക്കുന്നതും അവന്റെ നിക്കാഹ് തന്നെയാണ്. സവാജാൻ, വിവാഹമാണ്. അതുകൊണ്ട് അവർ വിവാഹം ചെയ്യണം. കാരണം പറഞ്ഞു, ആർക്കത് പറ്റുമെന്ന് പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അല്ലേ? നിക്കാഹ്, അതിന് മഹർ, മഹറിന് ശേഷം അവളുടെ ചെലവ്, ഇത് കഴിവുള്ള മുഴുവൻ ആളുകളും മഅ്ശറ ശബാബ്, യുവാക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതി',
ഇതിനൊരാൾക്ക് സാധ്യമല്ലെങ്കിൽ പറഞ്ഞ ഒരാൾക്ക് മഹർ കൊടുക്കാൻ ഒന്നുമില്ല, ചെലവ് പുലർത്താനും കഴിയില്ല, എന്നാൽ അവര് നോമ്പ് നോക്കണം. കാരണം അതവർക്ക് ഒരു പരിചയാണ്, ഹറാമിൽ നിന്ന് തടുക്കാനുള്ള പരിചയാണ് നോമ്പെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലഹു വിജാ. നിക്കാഹ് ചെയ്യാൻ കഴിയാതിരുന്ന ഏതാനും ചില സ്വഹാബികൾ, അവരിലുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവലാ നഖ്തസി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ ഖിസാദ് ചെയ്യട്ടെയോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഖിസാദ് എന്ന് പറഞ്ഞാൽ സന്ധനാവുക, സന്ധീകരിക്കുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രശ്നസഞ്ചികളെ ഉടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വൈകാരികമായ തോന്നലില്ലാത്ത വിധം ശരീരത്തിലൊരു മാറ്റം വരുത്തുക, ഞങ്ങൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഒരു പറ്റം സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അപ്പോഴും കൊടുത്ത മറുപടി ഇതാണ്, ഫഅലൈഹി ബിസ്സൗം. ശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, وَلْيَسْتَعْفِفِ الَّذِينَ لَا يَجِدُونَ نِكَاحًا حَتَّى يُغْنِيَهُمُ اللَّهُ مِنْ فَضْلِهِ. തൊട്ടടുത്ത ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് അത് ആയത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. وَلْيَسْتَعْفِفِ الَّذِينَ لَا يَجِدُونَ نِكَاحًا, നിക്കാഹ് ചെയ്യാൻ സാധ്യമല്ലാത്ത ആളുകൾ വൽയസ്തഅഫിഫ്, എന്നാലും ചാരിത്രശുദ്ധി സൂക്ഷിക്കണം, ഇഫ്ഫത്ത് സൂക്ഷിക്കണം, വ്യഭിചരിക്കാൻ പോകരുത്, ഒനിവാസത്തിലേക്ക് പോകല്ല. അവരും അവരുടെ ഇഫ്ഫത്തിനെ സൂക്ഷിക്കണം. ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചാരിത്രശുദ്ധി, ഹറാമിലേക്ക് പോകാതെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു അവർക്ക് ഐശ്വര്യം നൽകുന്നത് വരെ അവർ കാത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ മഹർ കൊടുക്കാനുള്ള കഴിവും സൗകര്യവും അള്ളാഹു അവർക്ക് നൽകുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്യുക. അഥവാ ഇവരെങ്ങാനും ഷണ്ഡന്മാരായി പോയാൽ, ശണ്ഡീകരിച്ചാൽ, പ്രശ്നസഞ്ചികൾ ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നിക്കാഹിന് കഴിവുണ്ടെങ്കിൽ പോലും നിക്കാഹ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് മക്കൾ ജനിക്കാതെ പോകും, കുടുംബങ്ങളില്ലാതെ പോകും. അങ്ങനെ ചെയ്യല്ല. ഖൽഖില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തല്ല. നിങ്ങൾ നോമ്പ് നോക്കി വെയിറ്റ് ചെയ്യും, കാത്തിരിക്കുന്നു. അപ്പൊ പിന്നെ നോമ്പ് നോക്കിയിട്ട് ഇപ്പൊ എന്താ വലിയ കുഴപ്പമൊന്നും വലിയ മാറ്റമൊന്നും കാണില്ലല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. നോമ്പ് നോക്കിയിട്ടിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നോമ്പ് നോച്ചാൽ ഇതിനൊന്നും വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നോമ്പ് നോക്കിയിട്ട് എനിക്കങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പ് റമദാനിൽ പറയേണ്ട സംഗതിയാണ്, പക്ഷെ എന്നാലും നമ്മൾ പറയാം, പിശാച് മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തും ഓടുന്നുണ്ട് അല്ലെ? ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ നബിതങ്ങൾക്ക് എത്തിക്കാഫിലിരിക്കുന്ന നബിതങ്ങൾക്ക് റമദാനിന്റെ അവസാനത്തെ 10 തങ്ങളുടെ അടുത്തൊരു ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ അവരെ അടിമ സ്ത്രീയായിരുന്നു, അവർ നബിതങ്ങൾ മോചിപ്പിച്ചു, തങ്ങൾ നിക്കാഹ് ചെയ്തതാണ്. സഫിയ്യ ബിൻത് റളിയല്ലാഹു അൻഹാ അവർ നബിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ രാത്രിയാണ് തങ്ങൾ കൂടെ നടന്നു. കാരണം ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പോകണ്ടെന്ന് വിചാരിച്ച് എത്തിക്കാഫിലുള്ള നബിതങ്ങൾ ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങാം എന്ന മസാല പഠിപ്പിക്കുക കൂടിയാണ്. തങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ. അപ്പോ തങ്ങളും ഒരു പെണ്ണും നടക്കുന്നു അല്ലേ? അപ്പോ അൻസ്വാരികളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മദീന നിവാസികളായിട്ടുള്ള 2 ചെറുപ്പക്കാർ ആ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അവര് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ രണ്ടാളും നടക്കത്തിന് സ്പീഡ് കൂട്ടി. എന്റെ ഇരുട്ടത്ത് തങ്ങൾ ഒരു സ്ത്രീ, ഇത്രയെ കാണാൻ കഴിയൂ, ഇവരെ ഞങ്ങളതൊന്നും കണ്ടില്ല എന്ന മട്ടിൽ അവരങ്ങ് നടത്തം സ്പീഡ് ചെയ്ത പോലെ തങ്ങൾക്ക് തോന്നി. തങ്ങൾ പറഞ്ഞു, അലാരിസ്ലിക്കുക, അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. രണ്ടാളും നിന്നു. തങ്ങൾ ഇരുട്ടത്താണ്, ചെറിയ വെളിച്ചേ ഉള്ളൂ. തങ്ങൾ പറഞ്ഞു, ഇന്നഹാ സഫിയ്യത്ത് ബിൻത് ഹുയൈ, ഇത് ഹുയൈന്റെ മകൾ സഫിയയാണ് കേട്ടോ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇൻ കുന്നാ നദുന്നു ഫീ അഹദിൻ ഫമാ കുന്നാ നദുന്നു ഫീക യാ റസൂലല്ലാഹ്. ഞങ്ങൾ ആരെപ്പറ്റിയെങ്കിലും വല്ലതും വിചാരിക്കുമെങ്കിൽ ആകാം, പക്ഷേ അങ്ങയെപ്പറ്റി ഞങ്ങൾ വിചാരിക്കുമോ റസൂലേ? ഈ തിരിച്ചു തന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവർ ചോദിക്കാം. തങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്തെങ്കിലും മോശമായി വിചാരിച്ചു എന്ന് തങ്ങൾക്ക് തോന്നിയോ?
പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു അന്യ പെണ്ണ് പോവാണോ എന്ന് വിചാരിച്ച പോലെയാണ് ഞങ്ങൾ തിരുത്തി കൊടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ഒന്നുമല്ല, നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ പിശാച് ഭയങ്കരനാണ്. ഇന്ന ശൈത്വാന, അവിടെ പറഞ്ഞ ഹദീസാണ്, ഇന്ന ശൈത്വാന യജ്രി ലിബ്നി ആദമ മജ്റദ്ദം ഫദയ്യഖു മജാരിഹി ബിൽ ജൂഅ. പിശാച് മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെയെല്ലാം പിശാച് സഞ്ചരിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മോശമായത് പിശാച് ഇട്ടുതരുമെന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ട് ഞാൻ തിരിച്ചു തരികയാണ്. അതൊരു തെറ്റിദ്ധാരണ ജനകമായ വല്ല സാഹചര്യങ്ങളോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം അർത്ഥം. ആരെങ്കിലും തെറ്റിദ്ധരിച്ചു വിചാരിക്കുക അല്ലെ, നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഇറങ്ങി വരാൻ, അവിടെ ബാറും തോന്നിവാസവും നടക്കുന്ന സ്ഥലം, നിങ്ങൾ അവിടെ പോയി നല്ലൊരു കപ്പച്ചിനോ കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അത് നിങ്ങൾക്ക് കുറച്ചോനെ അറിയുള്ളൂ. നിങ്ങൾ കയറി ഇറങ്ങിയ ഒരു മനുഷ്യന്മാരെന്താ പറയാ, ഇയാളൊക്കെ ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിൽ കുറച്ചോനെ ബാറിൽ കയറി ഇറങ്ങി വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കപ്പച്ചിനെ കുടിക്കാൻ അങ്ങോട്ട് പോകണ്ട, അവിടെ വേറെ ഏതെങ്കിലും കഫേക്ക് പോയിക്കോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തിരുത്തി കൊടുക്കണം. ആളുകൾക്ക് തിരുത്തി കൊടുക്കേണ്ട അവസ്ഥയാണ്. തിരുത്തി കൊടുക്കണം. ഞാൻ ഇന്നതായിരുന്നു വിഷയം. അല്ലെങ്കിൽ പലതുണ്ട്. അവിടെ റിസപ്ഷനിൽ ഒരാളുണ്ട്, അയാൾ കാണാൻ വേണ്ടി കാത്തിരുന്നതാണ്, അയാളെ കണ്ടുവരികയാണ്. നിനക്ക് എന്താണോ സംഭവിച്ച് തെറ്റിദ്ധാരണ ജനകമാണോ അവിടെ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഒരു ഫിത്നയാണ്. ഇത് മനുഷ്യന്മാർ പറയും. മനുഷ്യന്മാർ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു നടക്കുന്നതൊക്കെ ഗീബത്താണ്. പറയുന്നതും കേൾക്കുന്നതും അതിനൊക്കെ കാരണം ഈ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇവിടെ പിശാച് ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെയൊക്കെ പിശാച് സഞ്ചരിക്കും അല്ലേ. അതുകൊണ്ട് പിശാചിന്റെ സഞ്ചാരപഥങ്ങൾ നിങ്ങൾ, പിശാച് സഞ്ചരിക്കുന്ന വഴികൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം, വയ്യക്കാക്കണം, നേരോ നിങ്ങൾ ഇടുങ്ങിയതാക്കി കൊടുക്കണം. എങ്ങനെ? വിശപ്പ് സഹിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പിശാചിന്റെ സഞ്ചാരപഥങ്ങൾ സങ്കുചിതമാക്കണം. അപ്പൊ പിശാച് വരൂല. അപ്പൊ നോമ്പ് വെൽക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിശപ്പ് സഹിക്കുന്ന നോമ്പ് വേണം. അത്താഴത്തിന് കഴിച്ച് ദഹിക്കാനുള്ള നേരാവണുള്ളൂ, നോമ്പ് തുറക്കാനാവുമ്പോഴേക്കും. അതിലിപ്പോ ഇപ്പറഞ്ഞ ഫലം കിട്ടൂല. അതുകൊണ്ടാണ് നിങ്ങൾ നോമ്പ് നോച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പ് നോച്ചാൽ ഇതവന്റെ കവചമാണ്. എങ്ങനത്തെ നോമ്പ്? വിശപ്പ് അനുഭവിക്കുന്ന നോമ്പ്. അപ്പോഴേ ഇതിന്റെ ഫലം ഉണ്ടാവുള്ളൂ. എല്ലാത്തിന്റെ വിഷയം ഇത്രയുള്ളൂ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.